ഹായ് ഓൾ, ഇന്നൊരു സ്ക്രഞ്ചിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെറ്റ് ഫാബ്രിക്കാണ്. ആദ്യം നമ്മളൊരു 15 ഇഞ്ച് ലെങ്തിൽ നമുക്കൊന്ന് മറിച്ചിടണം. അതായത് ടോട്ടൽ ഒരു 30 ഇഞ്ചാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മളാദ്യം 50 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതൊന്ന് ഇതുപോലൊന്ന് മറിച്ചിടുക. നമുക്ക് മൊത്തം 30 കിട്ടണം. ആ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്കൊരു 4 ഇഞ്ച് വിഡ്ത്ത് നമുക്കൊന്ന് അടയാളപ്പെടുത്താം. അങ്ങനെ മൊത്തത്തിൽ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് വരച്ച് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്ത് ആ ഭാഗത്തിന് നമ്മൾ നല്ല വശം ചേർത്തെടുത്ത് ഒരറ്റം പിടിച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ സ്റ്റിച്ച് ചെയ്തത് ചീത്ത വശത്തോട്ട് ഇത് മുകൾ ഭാഗത്തെ ലെയറൊന്ന് മടക്കിയിട്ട് താഴ്ഭാഗത്ത് 2 ലെയറും ചേർത്ത് പിടിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. വീഡിയോയിലൊന്ന് കാണുന്നത് നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിനോടൊപ്പം ഓരോ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് നമുക്ക് അകത്തുനിന്ന് കുറച്ച് ഇങ്ങനെ വലിച്ച് പുറത്തോട്ട് എടുത്തെടുത്ത് നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് തുടങ്ങിയ ഭാഗത്തോട്ട് വന്ന് അത് നിർത്തണം. നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ഭാഗത്തോട്ട് എത്തുമ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് നിർത്തിയെടുക്കണം. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് വന്ന ഭാഗം എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് ആ സ്റ്റിച്ച് നിർത്തി അതൊന്ന് പുറത്തോട്ട് എടുക്കുന്നുണ്ട്. ആ ഗ്യാപ്പ് ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഗ്യാപ്പിലൂടെ നമുക്ക് ഇതൊന്ന് മറിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മളങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു 5-5.5 ഇഞ്ച് ലെങ്തിൽ നമ്മൾ 4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുക്കണം. അപ്പോൾ എൻ്റെ ഇപ്പോൾ 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ അകത്തോടെ ഒന്ന് കയറ്റിയെടുത്ത് പുറത്തെടുത്ത് മൊത്തത്തിലൊന്ന് കയറ്റിയിട്ട് നമ്മൾ 2 ഇലാസ്റ്റിക്കിൻ്റെ 2 അറ്റവും പിടിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഇലാസ്റ്റിക് കൂടെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ നെറ്റിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ട ആ ഭാഗം ഒന്ന് കവർ ചെയ്തൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സ്ക്രഞ്ചിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നമ്മളിതിലൊരു ഫ്ലവർ കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇത് ഞാനൊരു 5 ഇയർ ബേബിക്ക് ബർത്ത്ഡേ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കയ്യിലും ഇടാം, നമുക്ക് ഹെയറിലും വയ്ക്കാം. അപ്പോൾ അവരത് കയ്യിലാണ് ഇട്ട് ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അത് ലാസ്റ്റ് ഞാനിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ സ്ക്രഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ മേക്ക് ചെയ്യാം. അതിനും ഗ്ലിറ്റർ നെറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3 ഇഞ്ച് വിഡ്ത്തിൽ നമുക്ക് എടുക്കാം. അതിൻ്റെ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. നല്ല ഭാഗം വേണം പുറത്ത് വരാൻ. അതായത് ചീത്തവശം ചേർത്തൊന്ന് 2ആയിട്ട് മടക്കിയിട്ട് നമ്മൾ അറ്റം ഇതുപോലെ അകത്തോട്ട് മടക്കുക. പിന്നെ അതൊന്ന് ചുരുട്ടി എടുത്തതിന് ശേഷം പിന്നുള്ളതൊക്കെ നമ്മൾ പുറത്തോട്ട് മടക്കിയാണ് ചുറ്റി എടുക്കുന്നത്. നല്ല ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. വീണ്ടും നമ്മൾ പുറത്തോട്ടൊന്ന് മടക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ചുറ്റിയെടുക്കുക. നെറ്റ് ആയതുകൊണ്ട് കുറച്ച് പാടാണ്. നമ്മളൊന്ന് സൂക്ഷിച്ചൊന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ബാക്കിലോട്ടൊന്ന് മടക്കി ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് മൊത്തം. അപ്പോൾ ലെങ്ത് നമുക്ക് എത്ര വലിപ്പത്തിനാണ് പൂ ഇരിക്കേണ്ടത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ലെങ്ത് എടുക്കുന്നത്. നമ്മൾ ഫ്ലവറിൻ്റെ വലിപ്പം എത്രയാണെന്ന് നോക്കി നമ്മൾ ലെങ്ത് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു വലിയ ലെങ്തിൽ തന്നെ ഇട്ടിട്ട് എനിക്ക് ആവശ്യമുള്ള ഫ്ലവർ അത്ര ആയതിന് ശേഷം ഞാനത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ആയതിന് ശേഷം നമ്മുടെ 2 വിരലിനിടയിൽ അത് ഒന്ന് ഇറക്കി നിർത്തിയിട്ട് വേണം ഇതുപോലെ ഒന്ന് ചുറ്റി എടുക്കാൻ. അല്ലെങ്കിൽ അതൊന്ന് വിട്ട് പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടെ അത് ചെയ്യേണ്ടി വരും. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി നൂലും സൂചിയും വെച്ചൊന്ന് കോർത്ത് തയ്ച്ച് വെക്കുന്നുണ്ട്. തയ്ച്ച് വെച്ചിട്ട് നമുക്ക് ഈ അധികമായിട്ട് നിൽക്കുന്ന താഴത്തെ തണ്ട് പോലെ നീണ്ടു നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ടാണ് അതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഗമ്മ് യൂസ് ചെയ്തും നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഞാൻ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ കൂടുതലും ഗമ്മ് യൂസ് ചെയ്യാറില്ല. ഇതുപോലെ സ്റ്റിച്ച് ചെയ്താണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഗമ്മ് യൂസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ച് വെച്ചതിന് ശേഷം സെക്യൂർ ആക്കി വെച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മുടെ സ്ക്രഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം.
അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.